നമുക്കെന്നേ കുറച്ച് എരുന്ത് കിട്ടിക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. ഇതാണ് സംഗതി. നമ്മൾ നന്നായി തോന വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റിയെടുത്തുകൊണ്ട് പുഴുങ്ങാൻ വെക്കാം. അപ്പോൾ അത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ അടുപ്പത്ത് വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇതൊന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ എരുത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ തുറന്ന് വന്നിട്ടുണ്ട്. ഇത് ചില സ്ഥലത്തേക്ക് ഇതിന് കടുക്കാണ് കേട്ടോ പറയുന്നത്. ഇനി ഇത് നമുക്ക് തോടുന്ന ഇത് വേറെ ആക്കിയെടുക്കാം. ഇത് വാങ്ങുമ്പോൾ തന്നെ അവിടെ എന്ത് വിൽക്കാൻ വന്ന ആൾ പറഞ്ഞു ഉപ്പിട്ട് വേവിക്കുക. എന്താ വെച്ചാൽ ഉപ്പ് കുറവുള്ള സമയമായിരിക്കുന്നു. ഇതിന് നല്ല പൂഴിയുണ്ട്. തോനെ വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ടുണ്ട്. എന്നിട്ടും അതിൻ്റെ പൂഴി പോയിട്ടില്ല. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറച്ച് കുറഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് രണ്ട് തോട് ഇറച്ചി വേറെ വേറെ ആക്കിയെടുക്കാൻ. കുറേ എരുന്തിന് നനയ്ക്കുന്നുണ്ട് കഴിക്കാൻ. പക്ഷേ ഇത്രയും കണ്ടാൽ ഇതിലെ എരുന്തുകാരൻ പോയപ്പോൾ മേടിച്ചതാണ്. പക്ഷെ ഇത്രയും ചെറുതാണെന്ന് ഞാൻ വിചാരിച്ചത്. തീരെ ഇറച്ചിയില്ല. ചിലതൊക്കെ തീരെ ചെറുതാണ്. എന്തായാലും നന്നാക്കി എടുക്കുക. അപ്പോൾ ഇതാണ് ഇത്രയും നേരം നമ്മൾ നന്നാക്കി എടുത്ത ഇരുന്നതാ. ഇച്ചിരി പൊടിയാണ്. ഇതിനൊരു കറുപ്പ് കളർ കാഷ്ടം ഉണ്ട്. ഇങ്ങനെ നിൽക്കാൻ കൊണ്ട് നമ്മുടെ കൈമ പോരും കേട്ടോ. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത്, ഇത്ര വലുതിൻ്റെ ഒക്കെ കാഷ്ടം പോക്കുന്നുള്ളൂ. നല്ല ചെറുതിൽ നിന്ന് പോക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ വലുതിൻ്റെ നോക്കിയിട്ട് പോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇതിങ്ങനെ നമ്മൾ സിമ്പിളാണ് പോക്കാൻ. ഇച്ചിരി വലുതൊക്കെ എടുത്ത് കണ്ട് ഇതിങ്ങനെ പിടിക്കുക. ഇതിൻ്റെ ഈ ഭാഗം അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കി കൊടുത്താൽ ഇന്ന് കാഷ്ടം പോരും കേട്ടോ. പിന്നെ ഇത്തിരി ഉള്ളൂ. ഇത്രയും തോടുണ്ട്. സംഗതി അരടവരെ വലിയ അവർക്ക് അരടവരയോളം തോടുണ്ട്. പക്ഷേ സംഗതി ഇച്ചിരി ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം വെക്കാതെയാണ് നമ്മൾ വേവിച്ചത്. പക്ഷേ ഇതിൻ്റെ വെള്ളം ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഉപയോഗിക്കും കേട്ടോ. ഇത് നമ്മൾ ഇതിൽ ഉപ്പിട്ട് വേവിച്ചതാണ്. ഉപ്പ് കുറവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ നമ്മൾ കറി വെക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം വെക്കാൻ. ഇനി ഞാൻ ഇതിൻ്റെയൊക്കെ ഒന്ന് കാഷ്ടം പോക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ പറഞ്ഞ മാതിരി തന്നെ ഞാൻ പോക്കാൻ വലുതിൻ്റെയൊക്കെ കാഷ്ടമൊക്കെ പോക്കി എടുത്തിട്ടുണ്ട്. ചെറുതിൻ്റെ ഒന്നും എനിക്ക് പോക്കാൻ കിട്ടിയിട്ടില്ല. എത്രയോ കുറേ സമയം എടുത്തിട്ടാണ് ഞാനിതൊക്കെ പോക്കിയെടുത്തത്. ഞാൻ ആ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കാഷ്ടം പോക്കിയിട്ട് ഇത് കഴുകിയിട്ട് പിന്നെ ഞാൻ എടുത്തതാണ്. ഇനി ഇതിപ്പോൾ തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു വാഴക്ക ഇട്ടാൽ മതി. ഇനി ഫ്രൈ ആക്കിയാലും പൊരിച്ചാലും നല്ല രസമുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.